ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കോടതി വിധിയെ മാനിക്കാത്ത എറണാകുളം വിമതര്. സഭ നിശ്ചയിച്ച് തന്ന കുർബാന, നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറയുന്ന കുർബാന, സഭയുടെ കുർബാന, അത് ചൊല്ലണമെന്ന് കോടതി വിധി വന്നു കഴിഞ്ഞു. ആ കോടതി വിധിയെ അടിസ്ഥാനമാക്കി മറ്റ് ചില പള്ളികളിൽ ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന കുർബാന അത് ചൊല്ലരുത് എന്ന നിരോധനാജ്ഞ വന്നു കഴിഞ്ഞു പല പള്ളികളിലും. പിന്നെ 30ഓളം പള്ളികൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കോടതി വിധികളുടെയും മുനിസിപ്പൽ കോടതി, ജില്ലാ കോടതി, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഏകദേശം 30ഓളം പള്ളികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 25ഓളം പള്ളികൾ. ആ പള്ളികളിലൊക്കെ പേരും ലിസ്റ്റും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ 30ഓളം പള്ളികളെന്ന് കരുതുക. ഈ കോടതി വിധിയെ മാനിക്കാതെ, അതായത് സഭ കൽപ്പിച്ച് നൽകിയ കുർബാന അർപ്പിക്കണം എന്ന കോടതി വിധിയെ മാനിക്കാതെ ഈ വിമത വൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറേ വൈദികർ സഭയെ അനുസരിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ സഭയോട് കൂടെ നിൽക്കുന്നവരാണ്, ധീരമായി പൊരുതി നിൽക്കുന്നവരാണ് ഈ വിമതരോട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ധിക്കാരികളായ കുറേ പേരുണ്ട്. അവർ ഈ കോടതി വിധിയെ മാനിക്കാതെ പള്ളികൾ അടച്ചിടുകയാണ്. എന്നിട്ട് പ്രൈവറ്റായിട്ട് കുർബാന ചൊല്ലുക അത്രേ. എന്നിട്ട് പ്രൈവറ്റായിട്ട് കുർബാന ചൊല്ലിട്ട് കുർബാന മാത്രം, ദിവ്യകാരണം സ്വീകരിക്കാൻ കുർബാന മാത്രം കൊണ്ടു കൊടുക്കുന്നു. ഈ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിധം വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട്. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഊഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അവർ മെത്രാന്മാരെയോ മെത്രാന്മാരുടെ സിനഡിനെയോ മാർപ്പാപ്പയോ മാത്രമല്ലല്ലോ ധിക്കരിക്കുന്നത്, മറിച്ച് കോടതികളെയും ധിക്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മെത്രാന്മാരനുസരിക്കില്ല, മെത്രാന്മാരുടെ സിനഡിനനുസരിക്കില്ല, സഭാതലവനനുസരിക്കില്ല, കർദിനാളിനനുസരിക്കില്ല, മാർപ്പാപ്പയെ അനുസരിക്കില്ല, കോടതിയെയും അനുസരിക്കില്ല. സഭാ കോടതിയല്ല, ദേശരാഷ്ട്രത്തിൻ്റെ കോടതി വിധിയെയും മാനിക്കില്ല. അപ്പോൾ ഇവരാരോടാണ് യുദ്ധം ചെയ്യുന്നത്? കർത്താവിനോടും കർത്താവിൻ്റെ ജനത്തോടും. ഞാൻ ആവർത്തിക്കുക, ഈ വിമത വൈദികരും അവരനുകൂലിക്കുന്ന 6% വരുന്ന അൽമായ മുന്നേറ്റക്കാരും, വെറും 6% വരുന്ന, എറണാകുളത്തെ 6% വരുന്ന അൽമായ മുന്നേറ്റക്കാരും, ഈ വിമത വൈദികരും കർത്താവിനോടും കർത്താവിൻ്റെ ജനത്തോടുമാണ് യുദ്ധം ചെയ്യുന്നത്. എന്ത് പ്രതിബദ്ധതയാണ് അവർക്ക് ജനത്തോടുള്ളത്? അവർ ഈ മാർപ്പാപ്പ അനുസരിക്കില്ല, മെത്രാന്മാരനുസരിക്കില്ല, സഭാ തലവനനുസരിക്കില്ല, കോടതി അനുസരിക്കില്ല. എന്നിട്ട് അനുസരിക്കാതിരിക്കാൻ പള്ളി അടച്ച് ജനങ്ങളെ പുറത്താക്കി അങ്ങനെ നിൽക്കുകയാണ് അവർ. ഇത് പറയുമ്പോൾ ഇവർ, അതായത് വിമത വൈദികർ, എനിക്ക് നന്നായിച്ചു തന്ന ഒരു സന്ദേശം, ഒരു വോയിസ് മെസ്സേജ്. അച്ചോ, അനുസരണത്തിൻ്റെ വീക്ഷണകോണിലൂടെ അല്ലാതെ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കോണിലൂടെ കാണൂ എന്നാണ് ഞങ്ങൾ അച്ഛനോട് പറയുന്നത്. ഈ വിമത വൈദികർ പറയാണ്, ഇത് അച്ഛൻ അനുസരണത്തിൻ്റെ വീക്ഷണകോണിലൂടെ അല്ലാതെ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കോണിലൂടെ കാണും. ഞാൻ പറഞ്ഞു, കാണാം. ഈ 6 ലക്ഷത്തോളം, 5.5 ലക്ഷത്തിന് മേലെ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ 94% അൽമായ വിശ്വാസികളും സഭയുടെ കൂടെ നിന്ന് മാർപ്പാപ്പയെ അനുസരിച്ച്, കർത്താവിനെ അനുസരിച്ച് സഭ അംഗീകരിച്ച് നൽകുന്ന കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞ, ഈ വിമത വൈദികർ എന്നോട് പറഞ്ഞ അതേ വാക്കാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. ഈ 6% ഒഴികെ 94% വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ വീക്ഷണകോണിലൂടെ വിമത വൈദികരെ നിങ്ങളിത് കാണൂ. നിങ്ങൾ അനുസരണത്തിൻ്റെ കോണിലൂടെ കാണരുതെന്ന് പറയുന്നു. അങ്ങനെ കാണാതിരിക്കേണ്ട കാര്യമില്ല. എങ്കിലും വാദത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ ഈ 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളിൽ 94% ആളുകളും വൈദികര് കർത്താവിനെ അനുസരിച്ച്, കർത്താവിൻ്റെ വികാരിയായി മാർപ്പാപ്പയെ അനുസരിച്ച്, മെത്രാന്മാരെ അനുസരിച്ച് കുർബാന ചൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അവർ തെരുവിലിറങ്ങാനൊന്നും അവർ വരില്ല, വരേണ്ട കാര്യമില്ല. ആ നിശബ്ദമായ മെജോറിറ്റി, നിശബ്ദമായ ബഹുഭൂരിപക്ഷം അവരുടെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ പറയും, അച്ചോ, ഇവരെല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നേ? അവരെ ചേർത്ത് പിടിച്ചാൽ അത് ധൃതരാഷ്ട്രാലിംഗനമായിട്ട് മാറും, ഞെരുക്കിക്കളയും അവർ. കാരണം അത് യൂദാസിന്റെ കാല് കഴുകി മാപ്പ് ചോദിച്ചിട്ട് പോലും
ഒറ്റിക്കൊടുത്ത യുവദാസിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച കർത്താവിൻ്റെ സംഭവം വരിക. അങ്ങനെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ഇത്ര നാളും ശ്രമിച്ചത്. പക്ഷെ അവർ ധിക്കാരികളുടെ കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. കർത്താവിനോട് നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്, കർത്താവിൻ്റെ ജനത്തോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് നേരിട്ട് യുദ്ധം ചെയ്യാതിരിക്കുമോ? തിരുവചനങ്ങളിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവർക്കത് എടുക്കാം. ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കാം. കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി നേരിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരും, ഇറങ്ങി വരും. അപ്പോൾ പറയും, അച്ഛൻ കുറേ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. 2 കൊല്ലമല്ലേ ഞാൻ പറയാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. 2 കൊല്ലം അത്ര വലിയ ഒരു പരിധിയൊന്നുമല്ല. ചുരുക്കത്തിൽ ഇപ്പോഴും ഞാൻ പറയുന്നത്, വിമത വൈദികരെ, നിങ്ങൾക്ക് ഈ സഭയെ അനുസരിക്കാൻ ഒരു നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. കോടതി പറഞ്ഞോട് ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ ഇറക്കി വിട്ട ഈ അൽമായ നേതാക്കളോട് പറഞ്ഞ് നിങ്ങൾ കുർബാന അർപ്പിച്ച് തുടങ്ങല്ലേ വേണ്ടത്. ഇതൊരു സുവർണാവസരമായി കരുതുകയല്ലേ വേണ്ടത്. സഭയെയും മെത്രാന്മാരെയും മാർപ്പാപ്പയും അനുസരിക്കാൻ, അതിൻ്റെ കർത്താവിനനുസരിക്കാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടിയ ഒരു വാതിലല്ലേ ഇത് കോടതി വിധി. കോടതി വിധി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ധിക്കരിക്കാൻ കഴിയില്ല എന്ന ഒരു ന്യായം പറഞ്ഞ് നിങ്ങൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഈ അൽമയ മുന്നേറ്റക്കാരെ ഒതുക്കി നിർത്താൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ? ഇത് നിങ്ങൾക്കൊരു സുവർണാവസരം കർത്താവ് വിട്ട് തന്നതല്ലേ. അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്നത്, എല്ലാ പള്ളികളിലും കേസ് പോയി പള്ളികൾ അടച്ചിടുന്നതിന് പകരം നിങ്ങൾ കോടതി വിധി മാനിച്ച് നിങ്ങളുടെ ആ ആളുകളോട് പറഞ്ഞ്, അത് ചെറിയൊരു ശതമാനമുള്ളെന്ന് ഓർക്കണം, ബഹുഭൂരിപക്ഷവും നിങ്ങൾ സഭയെയും മാർപ്പാപ്പയും അനുസരിച്ച് സഭ കൽപ്പിച്ചു തന്ന കുർബാന ചൊല്ലണമെന്ന് വിചാരിക്കുന്നവരാണ്. ആ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ തന്നെ നിങ്ങൾ കാണൂ എന്നാണ് എനിക്ക് വിമത വൈദികരോട് പറയാനുള്ളത്.